നമ്മളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സമയം വെച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. നമ്മൾ ക്രയോൺസ് വെച്ചും സ്കെച്ച് പെൻ വെച്ചും ഒക്കെ ചിത്രം വരച്ച വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ വരയ്ക്കണ ചിത്രം പെയിന്റ് വെച്ചിട്ടാണ്. സ്കെച്ച് പെന്നും ക്രയോൺസും ഒക്കെ വെച്ച് ചിത്രം വരയ്ക്കുന്നതിനേക്കാളും പെയിന്റ് വെച്ച് ചിത്രം വരയ്ക്കുമ്പോൾ നല്ല റിലാക്സിംഗ് ആണ്. നമ്മൾ വലിയ വലിയ ചിത്രങ്ങളെ പറ്റി പറയുന്നില്ല, പക്ഷെ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ വരച്ചെടുക്കുന്നതെങ്കിൽ അത് നല്ല റിലാക്സിംഗ് ആയിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ 90% പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ്, ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അപ്പം നമ്മളിത് നമ്മുടെ ചിത്രത്തിലെ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇലകൾ കൂടി ഇതിൻ്റെ അകത്ത് വരച്ചു കൊടുക്കാം. നമ്മൾ ഈ വരയ്ക്കുന്ന ചിത്രത്തിന് അബ്സ്ട്രാക്ട് പെയിന്റിംഗ് എന്നാണ് പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിനെ വരച്ചു വെക്കുന്നതിന് പകരം കളേഴ്സിനും ലൈൻസിനും ഷേപ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് അബ്സ്ട്രാക്ട് പെയിന്റിംഗ്. ഞാനിതൊക്കെ ആദ്യം പഠിച്ചു വന്നതാണോ എന്ന് വിചാരിക്കേണ്ട, ഞാനിപ്പോൾ ഗൂഗിളിൽ പോയി തപ്പിയെടുത്ത് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. അപ്പം അതെ പറഞ്ഞ് നമ്മുടെ ചിത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? നിങ്ങൾ പെയിന്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ട് തുടങ്ങിയാൽ മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ശരി, പിന്നെ കാണാം.